لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم والسابقون السابقون أولئك المقربون في جنات النعيم سلة من الأولين وقليل من الآخرين صدق الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. നമ്മൾ വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് നമ്മളും ഖുർആനും തമ്മിലുള്ള ഒരു ബന്ധം എപ്പോഴും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിച്ച ഒന്ന് ഖുർആനിനെയാണ്. എന്തിനു വേണ്ടിയാണോ അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത്, ആ ലക്ഷ്യം പലപ്പോഴും നമ്മൾ നേടുന്നില്ല. വിശുദ്ധ ഖുർആനെ അല്ലാഹു അവതരിപ്പിച്ചത് ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് മോചിപ്പിച്ച് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ്. വിശുദ്ധ ഖുർആൻ നമുക്കൊരു വഴി കാണിച്ചു തരും, മുന്നറിയിപ്പുകൾ നൽകും. അത് ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് സന്മാർഗദർശകമാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ പലപ്പോഴും ഖുർആനിനെ വേണ്ട പോലെ പരിഗണിക്കാറില്ല. നമസ്കാരത്തെ പരിഗണിക്കുന്നവർ നോമ്പിനെ പരിഗണിക്കുന്ന പോലെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കലാമിനെ അത്ര ഗൗരവത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളാറില്ല. ആകെ ഇട്ടും പൊട്ടും തിരിയാത്ത ഘട്ടത്തിലൊന്ന് ഓതിപ്പടിക്കാൻ ഇത് ഉപയോഗിക്കുമെന്നതല്ലാതെ പിന്നെ അതുമായിട്ട് നമുക്ക് ബന്ധം വളരെ കുറവാണ്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളും അവരുടെ ജീവിതം ഖുർആനായിരുന്നു. ഖുർആനുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. അത് അവരുടെ ജീവിതത്തിന് വലിയ വഴികാട്ടിയായിരുന്നു. ഞാൻ ഈ ഖുതുബയിൽ വിശുദ്ധ ഖുർആനിലെ ഒരധ്യായത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 56-ാമത്തെ അധ്യായമായ സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ്. ഖുർആനിലെ എല്ലാ സൂറത്തുകളും പ്രധാനപ്പെട്ടതാണ്. അതേസമയം ചില സൂറകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. 114 സൂറത്തുകൾ അഥവാ അധ്യായങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്.
അതിൽ 27-ാമത്തെ ജുസിലുള്ള 56-ാമത്തെ സൂറത്താണ് സൂറത്തുൽ വാഖിയ എന്ന് പറയുന്നത്. സൂറത്തുൽ വാഖിയ ഒരു സൂറത്തിനെ പരിചയപ്പെടുമ്പോൾ ആദ്യം നിങ്ങൾക്ക് മുസാഫിൽ കാണാൻ പറ്റും അത് മക്കിയത്താണോ മദനിയത്താണോ എന്ന് കാണിച്ചിരിക്കും. അങ്ങനെ വേർതിരിക്കാനുള്ള കാരണം മക്കിയത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് മുമ്പ് അവതീർണമായത്, മദനിയത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് ശേഷം അവതരിക്കപ്പെട്ടത്. ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട മക്കി സൂറകളുടെ പ്രത്യേകത അത് അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും മറ്റും പ്രതിപാദിക്കുന്ന സൂറത്തുകളായിരിക്കും. അന്ന് ഇസ്ലാം ഒരു രാഷ്ട്രഘടനയിലോ സാമൂഹിക ഘടനയിലോ അല്ല. അപ്പോൾ അന്ന് മുസ്ലിമീങ്ങൾക്കൊരു പള്ളി പോലും ഇല്ല, ഒരു ഓഫീസും ഇല്ല. ഒറ്റപ്പെട്ട മുസ്ലിമീങ്ങൾ മാത്രമാണ്. അവരെ വിശ്വാസ കാര്യങ്ങളും അടിസ്ഥാന കാര്യങ്ങളും പഠിപ്പിക്കുക എന്നതാണ് മക്കി സൂറകളുടെ ഉദ്ദേശം. അതേസമയം മദനി സൂറകളുടെ പ്രത്യേകത അത് ഹിജ്റയ്ക്ക് ശേഷം അവതരിക്കപ്പെട്ട സൂറകളാണ്. അതോടെ ഇസ്ലാം ഒരു രാഷ്ട്രഘടനയിലായി, സാമൂഹിക ഘടനയിലായി. അതുകൊണ്ട് എന്തെല്ലാം നിയമങ്ങളും ഹുക്കുമുകളും ശരീഅത്ത് നിയമങ്ങളൊക്കെ മദനി സൂറകളിലായിരിക്കും. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിൽ പറഞ്ഞത് പരിഗണിക്കൽ അനിവാര്യമാണ്. മക്കയിൽ പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ മദീനയിൽ പറഞ്ഞൊരു കാര്യം മക്കി ഘടനയിൽ പരിഗണിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഹിജ്റയ്ക്ക് ശേഷം യുദ്ധത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഹിജ്റയ്ക്ക് മുമ്പ് മക്കയിൽ അത് അനുവദിച്ചിട്ടില്ല. ഒരു മക്കി അവസ്ഥയിൽ ആ യുദ്ധം അനുവദനീയമല്ല. അപ്പോൾ ഓരോ സന്ദർഭവും അതിൽ അടിസ്ഥാനപരമായി പ്രധാനപ്പെട്ടതാണ്. ഈ സൂറത്തുൽ വാഖിയ നമ്മൾ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ ഖുർആനിലെ ഈ 56-ാമത്തെ സൂറത്ത് അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, മനുഷ്യനെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു റസൂലുള്ളാഹിനോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കത് ശിബ്ത, താങ്കൾ നരച്ചോ? ഇവിടെ എന്തോ മുടി നരച്ചു കണ്ടപ്പോൾ ചോദിച്ചതാണ്. കത് ശിബ്ത, താങ്കൾക്ക് നര വന്നിട്ടുണ്ടല്ലോ, മുടി നരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഖാല, റസൂൽ പറഞ്ഞു, ശയ്യബ്തനി ഹൂദ് വൽ വാഖിയ വൽ മുർസലാത്ത് വഅമ്മ യതസാഅലൂൻ വഇദ ശംസു കുവ്വിറത്. ശയ്യബ്തനി, എന്നെ നരപ്പിച്ചു കളഞ്ഞു. ഹൂദ് സൂറത്ത്, വാഖിയ സൂറത്ത്, മുർസലാത്ത് വൽ മുർസലാത്ത്, വഅമ്മ യതസാഅലൂൻ സൂറത്തുൻ നബഅ, വഇദ ശംസു കുവ്വിറത് സൂറത്തു തക്വീർ. ഈ സൂറത്തുകൾ എന്നെ നരപ്പിച്ചു കളഞ്ഞു, എന്നെ ബേജാറാക്കി കളഞ്ഞു, എന്നിൽ ഗൗരവമുണ്ടാക്കി എന്ന് റസൂല് പറഞ്ഞു എന്നാണ്. അപ്പം ആ സൂറത്തുകളിൽ ഒന്നാണ് വൽ വാഖിയ, സൂറത്തുൽ വാഖിയ. മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത സഹചാരിയായിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുർആൻ പഠിക്കാൻ വളരെ തൽപരനായിരുന്നു. ഖുർആനിലെ പല കാര്യങ്ങളും നന്നായി അറിയുന്ന ആളും നന്നായി ഖുർആൻ പാരായണം ചെയ്തിരുന്ന ആളുമാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് പ്രായം കുറയായി. അങ്ങനെ മരിള അബ്ദുള്ള മർലത്തല്ലത്തി തുവഫി ഇലൈഹി, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് രോഗം ബാധിച്ചു. അത് ഒരു മരണത്തിലേക്ക് അടുക്കുന്ന രോഗമായിരുന്നു, മരണാസന്നമായ രോഗാവസ്ഥയായിരുന്നു. ഫആദ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അപ്പോൾ അദ്ദേഹത്തെ, ആ രോഗിയായ അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ പോയി. ഫഖാല, അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ പോയി.
ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഫഖാല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, മരണാസന്നമായ അവസ്ഥയാണ്, മാ തസ്തക്കി, താങ്കൾ അലട്ടുന്ന പ്രശ്നം എന്താണ്? എന്താണ് താങ്കൾ അലട്ടുന്നത്? മരിക്കാൻ നേരാക്കുകയാണോ? ഖാല, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, ദുനൂബി, എൻ്റെ പാപങ്ങളാണ്, ഞാൻ ചെയ്തു പോയ തെറ്റുകളാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ വളരെ ദരിദ്രാവസ്ഥയിലായിരുന്നു അന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വീണ്ടും ഖാല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, മാ തസ്തഹി, താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? കാരണം ഇദ്ദേഹത്തിന് എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര ദരിദ്രാവസ്ഥയിലാണ്. ഖാല, അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഹ്മത്ത് റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചാൽ കാശ് വേണമെന്ന് പറയും വിചാരിച്ചിട്ടാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഖാല അല ആമ്രു ലക ബി തബീബ്, ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു ഡോക്ടറെ നിശ്ചയിച്ചു തരട്ടെ. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്തബീബു അമറനി, ഡോക്ടർ എനിക്ക് രോഗം ഉണ്ടാക്കിയുള്ളൂ, എന്നെ രോഗിയാക്കിയുള്ളൂ. അവസാനം ഉസ്മാൻ അപ്പാൻ നേർക്ക് നേരെ തന്നെ ചോദിച്ചു, ഖാല അല ആമുറു ലക ബി ഖത്താബ്, ഞാൻ താങ്കൾക്കൊരു സമ്മാനം തരാൻ പറയട്ടെ. ഖാല, അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഹാജത്ത ലീ ഫീ, എനിക്ക് ഒരു പൈസയുടെ ഒന്നും ആവശ്യമില്ല, ഒരു പൈസയും വേണ്ട. ഖാല, അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, യകൂനു ലി ബനാതിക മിൻ ബാദിക്, താങ്കൾക്ക് ശേഷം കുറേ പെൺകുട്ടികളുണ്ട്, ദരിദ്രനുമാണ്, കുറേ പെൺകുട്ടികളുണ്ട്, ആൾ മരിക്കാൻ പോവുക. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾക്ക് ശേഷം കുറേ പെൺകുട്ടികളല്ലേ, അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഖാല, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതഖ്ഷ അലാ ബനാത്തിൽ ഫഖർ, എൻ്റെ പെൺകുട്ടികളെ കാര്യം പറഞ്ഞ് ദാരിദ്ര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണോ? എൻ്റെ പെൺകുട്ടികളുടെ ദാരിദ്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ഇന്നി അമർത്തു ബനാത്തി യഖ്റഉ കുല്ല ലൈലത്തിൻ സൂറത്തുൽ വാഖിയ, ഇന്നി അമർത്തു ബനാത്തി, ഞാൻ എൻ്റെ പെൺമക്കളോട് കൽപ്പിച്ചിട്ടുണ്ട്, യഖ്റഉ കുല്ല ലൈലത്തിൻ സൂറത്തുൽ വാഖിയ, എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ ഓതാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത്, യഖൂലു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? മൻ ഖറഅ സൂറത്തുൽ വാഖിയ കുല്ല ലൈലത്തിൻ ലം തുസിബുഹു ഫഖതൻ അബദാ, ആരെങ്കിലും എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതിയാൽ അവന് ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് റസൂൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പെൺമക്കളോട് സൂറത്തുൽ വാഖിയ ഓതാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കാശൊന്നും നമുക്ക് വേണ്ട, കുട്ടികളെ കാര്യം പറഞ്ഞിട്ട് എന്നെ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന മറുപടി കൊടുത്തു എന്നാണ്. ഇവിടെ വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അവർ ഭരണാധികാരി വന്ന് എന്തെങ്കിലും തരട്ടെ എന്ന് പറയുമ്പോൾ ചാടിക്കയറി മേടിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് അലട്ടുന്ന പ്രശ്നം, പ്രഗത്ഭനായ സഹാബി അലട്ടുന്നത് നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ എന്താവും എന്നുള്ള അലട്ടലാണ്. അപ്പോൾ അദ്ദേഹം മക്കളുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കളോട് വാക്യ ഓതാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് കൈകാര്യം ചെയ്തോളൂ അവരെ. വാക്യ സൂറത്ത് ഓതിയാൽ ദാരിദ്ര്യം ഇങ്ങനെ ആകാശത്തേക്ക് പോകുന്നുള്ളതല്ല, സ്വർഗത്തെ സ്വപ്നം കാണുന്ന, സ്വർഗീയ ജീവിതത്തെ സ്വപ്നം കാണുന്ന ആളുകൾ ജീവിതത്തിലെ കുറച്ച് വിഷമതകളൊന്നും അവർക്കൊരു വിഷയമല്ല. അവരുടെ മനസ്സിൽ ദാരിദ്ര്യം അനുഭവിക്കൂല. കാരണം അവർ സ്വപ്നം കാണുന്നത് ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളല്ല, പരലോകത്തെ സ്വർഗമാണ്. പരലോകത്തിൻ്റെ സ്വർഗ സ്വപ്നം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൻ്റെ പ്രയാസങ്ങൾ ഒരു വിഷമല്ല. അതാണ് ആ സംഭവത്തിൽ പറയുന്നത്. മറ്റൊന്ന്, അപ്പോൾ ഇത് ഈ സൂറത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും, ചെറിയ ചെറിയ കുറേ ആയത്തുകളാണുള്ളത്. 96 ആയത്തുകൾ ഈ സൂറത്തിലുണ്ട്, ചെറിയ ആയത്തുകളാണ്. ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയുക, ആദ്യത്തെ 6 ആയത്തുകളിൽ ഖിയാമത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് 56 വരെയുള്ള ആയത്തുകളിൽ പരലോകത്ത് ഉണ്ടാകുന്ന ചില ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് തെര്യപ്പെടുത്തലാണ്. പിന്നീട് 73 വരെയുള്ള ആയത്തുകളിൽ
അള്ളാഹു തആല ചില ദൃഷ്ടാന്തങ്ങൾ എടുത്തുദ്ധരിക്കുകയാണ്. അള്ളാഹുണ്ടെന്നും പരലോകമുണ്ടെന്നുള്ളതിനുള്ള ചില ഉദാഹരണങ്ങൾ. പിന്നീടുള്ള കുറേ ആയത്തുകൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്ന സൂറത്താണ്. അപ്പോൾ ശരിക്കും തൗഹീദും അതേപോലെ തന്നെ ആഖിറത്തും ഖുർആനുമൊക്കെ ഇതിവൃത്തമായ ഒരു സൂറത്താണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ വാഖിയ. ഈ സൂറത്തിൽ ആദ്യത്തെ ഈ വാഖിയ എന്നുള്ള പേര് വരുന്ന ഖുർആനിലെ സൂറത്തുകൾക്ക് പേര് വരാനുള്ളത് അതിലെ കണ്ടന്റ് നോക്കിയിട്ടൊന്നും ആവില്ല. ഏതാണ്ട് 65 ആയത്തുകളിൽ അതിൻ്റെ ആദ്യത്തെ പദം തന്നെ പേരാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ സൂറത്ത് ഇദാ വഖഅത്തിൽ വാഖിയ ആദ്യ ആയത്തിൽ തന്നെയുള്ള പദങ്ങളായിരിക്കും അതിൻ്റെ പേരായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ആ ആയത്തിൽ ആ പദം ഉണ്ടാവും. രണ്ടാമത് 1045 ആയത്ത് സൂറത്തുകളുടെ പേരുകൾ അതിൻ്റെ ഉള്ളിൽ വെറുതെ ഒരു പേരുണ്ടാവും. ഇപ്പോൾ സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാൽ പശുവിനെ കുറിച്ച് വിശദീകരണമൊന്നും അതിലില്ല, പക്ഷേ ആ പദം അതിൻ്റെ ഉള്ളിലുണ്ടാവും. സൂറത്ത് ആലി ഇമ്രാൻ, സൂറത്തു നിസാ, ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ആ പേര് വന്നു എന്നുള്ളേ ഉള്ളൂ. ആകെ കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് 3 സൂറത്തുകൾക്കാണ് പേര് വന്നുള്ളത്. അതിലൊന്ന് സൂറത്തുൽ ഫാത്തിഹ, ആ വാക്ക് അതിലില്ല. സൂറത്തുൽ ഇഖ്ലാസ്, ആ വാക്ക് ആ സൂറത്തിലില്ല. സൂറത്തുൽ അംബിയ, ആ വാക്കും ആ സൂറത്തിലില്ല. ഇങ്ങനെ 3 സൂറത്തുകൾ വെച്ച് ബാക്കി എല്ലാ സൂറത്തുകളും പേരുകൾ അതിൽ നിന്ന് വന്നതാണ്. ഇവിടെ സൂറത്തുൽ വാഖിയ ഖിയാമത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് ആദ്യം കൃത്യമായി പറയുന്നുണ്ട്. ദാ വഖഅത്തിൽ വാഖിയ ലൈസ ലി വഖഅതിഹാ കാദിബ. ആ ഖിയാമത്തിനൊക്കെ പരിഹസിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളിതിങ്ങനെ പറഞ്ഞോളൂ, പക്ഷേ ആ ഖിയാമത്ത് സംഭവിക്കുമ്പോൾ തടുക്കാൻ ഒരാളും ഉണ്ടാവില്ല. അന്നെല്ലാം താറുമാറാകും. അന്ന് ലോകത്തിൻ്റെ അതുവരെ ലോകത്തുണ്ടായിരുന്ന എല്ലാ ഘടനകളും മാറും. ഹാഫിളത്തുർ റാഫിയ, ചിലർ ഉയരും ചിലർ താഴും, ചിലത് പൊങ്ങും ചിലത് താഴും ഒക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലവിലെ അവസ്ഥയാവില്ല, ഒക്കെ താറുമാറായിത്തീരും. ഇത് പറഞ്ഞുകൊണ്ട് ഈ സൂറത്തിൽ 3 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വകുന്തും അസ്വാജൻ സലാസ. ഇപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ വിഭാഗം ആൾക്കാരാണ്. ഓരോരുത്തർ തൊഴിലാളികൾ, സമ്പന്നർ, മുതലാളിമാർ, കച്ചവടക്കാർ, അതേപോലെ തന്നെ ചെറുപ്പക്കാർ, യുവാക്കൾ, അങ്ങനെ നിരവധി തരത്തിലാണ് ദുനിയാവിൽ മനുഷ്യന്മാരൊക്കെ. പക്ഷേ ഖിയാമത്ത് കണ്ട് സംഭവിച്ചാൽ മനുഷ്യന്മാരൊക്കെ 3 ഗ്രൂപ്പായി മാറും. ഇതാണ് ഈ സൂറത്ത് പറയുന്നത്. വകുന്തും അസ്വാജൻ സലാസ. അതുവരെ എല്ലാ കോടിക്കണക്കായ ജീവിച്ച് മരിച്ചുപോയ മുഴുവൻ മനുഷ്യരും 3 കാറ്റഗറിയിലേക്ക് പെടും. അതിലൊന്ന് അസ്ഹാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാർ. വലതുപക്ഷം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷം വലതുപക്ഷം പോലല്ല. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കരുത്തരായ, അതിനൊരു പേരിട്ടു എന്നേ ഉള്ളൂ. സാധാരണ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ എൻ്റെ വലം കയ്യാണെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കരുത്തരാണെന്നുള്ള അർത്ഥത്തിലാണ്. അറബികൾ അതിനൊരു കാര്യമായി പറയുന്ന ഒരു പേരാണ് വലതു ഭാഗം. ഒരു ഗസ്റ്റ് വന്നാൽ വലതു ഭാഗത്തിരുത്തും, അവനെൻ്റെ വലം കയ്യാണ്, അതിപ്പോൾ എല്ലാവരും പറയും. അതേസമയം അതാണ് അസ്ഹാബുൽ മൈമന. മറ്റേത് അസ്ഹാബുൽ മഷ്തമ, ഇടത് പക്ഷം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് തെറ്റായ ഒരു പക്ഷം എന്ന് പറഞ്ഞ പേരാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളതിലല്ല അതിന് കണക്കാക്കരുത്. 2 രീതിയിലാണ്. അതാണ് അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മഷ്തമ. 3ാമത്തെ ഒരു വിഭാഗം സാബിഖീങ്ങളാണ്, നന്മയിൽ മുന്നേറിയ ആളുകൾ. ഇങ്ങനെ 3 വിഭാഗമായി മനുഷ്യർ മാറും എന്നാണ് ഈ സൂറത്ത് പഠിപ്പിക്കുന്നത്. ഞാനുങ്ങളൊക്കെ ഈ ഒന്നുകിൽ അസ്ഹാബുൽ മൈമന, അല്ലെങ്കിൽ സാബിഖീങ്ങൾ, അല്ലെങ്കിൽ അസ്ഹാബുൽ മഷ്അമ, ഈ 3 അല്ലെങ്കിൽ അസ്ഹാബുൽ ശിമാൽ, ഈ 3 വിഭാഗത്തിലേക്ക് മാറും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിലൂടെ ഈ 3 വിഭാഗത്തിനും ഉണ്ടാകാൻ പോണ അവസ്ഥ വിശദീകരിക്കുകയാണ്. അതിൽ അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മൈമനക്ക് സ്വർഗീയമായ കുറേ അനുഭൂതികളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അസ്ഹാബുൽ മഷ്തമ, അവർക്ക് നരകത്തിൽ കിട്ടാൻ പോകുന്ന വലിയ ശിക്ഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിൽ 3ാമത്തെ അല്ലെങ്കിൽ 1ാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അസ്സാബിഖൂൻ, അസ്സാബിഖൂൻ, മുന്നേറിയ ആളുകൾ, മുമ്പന്മാരായ ആളുകൾ. ഇവിടെ ദീനിൻ്റെ കാര്യത്തിൽ മുൻപന്മാരായ ആളുകൾ പരലോകത്തും മുമ്പന്മാരായിരിക്കും. അവർക്കുള്ള പ്രത്യേകത, അസ്ഹാബുൽ മൈമനയിൽ നിന്നുള്ള അവർക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഉലായിക്കൽ മുഖറബൂൻ എന്നതാണ്.
അവർ അള്ളാഹുവിനോട് ഏറ്റവും സാമീപ്യം സിദ്ധിച്ച ആളുകളായിരിക്കും. മഹാന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് മഹ്ശറയിൽ നമ്മളൊക്കെ ഒത്തുകൂടുമ്പോൾ അള്ളാഹുവിൻ്റെ വലത് ഭാഗത്തായിരിക്കും അസ്ഹാബുൽ മൈമന, അള്ളാഹുവിൻ്റെ ഇടത് ഭാഗത്തായിരിക്കും അസ്ഹാബുൽ മശ്അമ. പക്ഷെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തുള്ള ആളുകളായിരിക്കും സാബിഖീങ്ങൾ, നന്മയിൽ മുന്നേറിയ ആളുകൾ. അവർക്ക്, അതായത് ഒരാൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളെന്ന് പറഞ്ഞാൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റാണത്. സാധാരണ ഫിർഔന് അവൻ്റെ മാരണക്കാരുമായുള്ള മത്സരത്തിൽ മാരണക്കാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ മാരണത്തിൽ മൂസയെ തോൽപ്പിച്ചാൽ ഞങ്ങൾക്ക് എന്താ കിട്ടുക? അപ്പം ഫിർഔൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തും സൗകര്യവും തരുന്നു മാത്രമല്ല, നിങ്ങൾ എൻ്റെ മുക്കറബീങ്ങളായിരിക്കും, എൻ്റെ അടുത്ത ആളായിരിക്കും. അപ്പോൾ രാജാവിൻ്റെ അടുത്ത ആളാവുക എന്നുള്ളത് ഏറ്റവും വലുതായിരിക്കും. എന്നതുപോലെ അള്ളാഹുവിനോട് ഏറ്റവും സാമീപ്യം സിദ്ധിച്ച ആളുകളായിരിക്കും സാബിഖീങ്ങളായ ആളുകൾ. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും വിശദീകരിക്കുന്നുണ്ട് ഈ സാബിഖീങ്ങളെക്കുറിച്ച്. സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈന മിൻ ഇബാദിന വമിൻഹും ളാലിമുൻ ലിനഫ്സി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ് ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. സൂറത്തുൽ ഫാത്തിറിൽ അത് പറയാണ്. പിന്നീട് നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം പ്രത്യേകം തിരഞ്ഞെടുത്തവരെ ഈ വേദപുസ്തകത്തിൻ്റെ അവകാശികളാക്കി. അവരിൽ തങ്ങളോട് തന്നെ അക്രമം കാട്ടുന്നവരുണ്ട്, മധ്യനിലപാട് പുലർത്തുന്നവരുണ്ട്, അള്ളാഹുവിൻ്റെ ഹിതത്തിനനുസരിച്ച് നന്മകളിൽ മുന്നേറുന്നവരും അവരിലുണ്ട്. അവർ തന്നെയാണ് മഹത്തായ അനുഗ്രഹത്തിൻ്റെ ആളുകൾ. അപ്പം നമ്മളൊരു പരീക്ഷയിലാണ്. അതിൽ നമ്മുടെ ധാരണയിൽ ഒരിക്കലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പാസ്സായി കിട്ടുമെന്ന തെറ്റിദ്ധാരണയിൽ ജീവിക്കാൻ പാടില്ല. ഒരു സത്യവിശ്വാസി എനിക്ക് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കിട്ടണം, ഞാൻ ഉന്നതനായിരിക്കും, മുന്നേറിയവനായിരിക്കും എന്ന ലക്ഷ്യത്തിൽ തന്നെ പ്രവർത്തിക്കണം. പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു പരീക്ഷയ്ക്ക് ഒരു കുട്ടി 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് അവന് കഷ്ടി പാസ്സാകാനുള്ള ലക്ഷ്യത്തിലാണ് ആ പഠിച്ചതെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? തോറ്റുപോകും. അതിനുള്ള നിലവാരത്തിലാണ് പഠിച്ചതെങ്കിൽ തോറ്റുപോകും. അതേസമയം ഉയർന്ന മാർക്കിന് ലക്ഷ്യം വെച്ച ആളാണെങ്കിൽ വിജയിക്കുമെന്ന് മാത്രമല്ല, ഉന്നത സ്ഥാനങ്ങളിൽ ആ കുട്ടി എത്തിച്ചേരും. നമ്മുടെ ചില ആളുകളുടെ ധാരണ എനിക്കിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊരു ഇസ്ലാം മതി എന്നതാണ്. ആ ധാരണ അബദ്ധമാണ്, വലിയ അബദ്ധമാണ്. അത് നമ്മളുമായി സംസാരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞാൽ, വിശ്വാസം ഉണ്ടോ? ഉണ്ട്. അള്ളാഹ് ഉണ്ട്, പരലോകം ഉണ്ടോ? ഉണ്ട്. പക്ഷേ നന്മയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ മുന്നേറുന്നതിൽ ഒരു താല്പര്യവുമില്ല. നമസ്കാരങ്ങളൊക്കെ ഇടക്ക് വിടുക, സുന്നത്ത് നമസ്കാരങ്ങളില്ല, അല്ലെങ്കിൽ ഖുർആൻ പാരായണമില്ല, അല്ലെങ്കിൽ നമസ്കാരത്തിനൊക്കെ നേരത്തെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ എത്തിച്ചേരുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സംസ്കാരവും കൾച്ചറും വേണ്ട പോലെ സ്വീകരിക്കുന്നില്ല, അല്പനേരം ഇരുന്ന് ദുആ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഖുർആൻ ദീനീ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. അതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ധാരണയാണ് ബഹുഭൂരിപക്ഷ മുസ്ലിം സമൂഹത്തിന്. ഭയങ്കര അബദ്ധമാണ് അവരാ ചെയ്യുന്നത്. കാരണം 4 ദിവസം കഴിഞ്ഞാൽ മരണപ്പെടുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ സിദ്ദീഖ കഴിഞ്ഞ ജുമാക്ക് വരെ ഇവിടെ കഴിഞ്ഞ ദിവസം വക്ത് നിസ്കാരത്തിന് വരെ ഉണ്ടായിരുന്ന ആളുകളാണ്. അള്ളാഹുലേക്ക് യാത്രയ്ക്ക് അള്ളാഹു താല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പം എത്ര ആൾ ഞാൻ ഇവിടെ മുമ്പ് കുത്തു പറയാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ജുമാക്ക് വരുന്നവർ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് അള്ളാഹുലേക്ക് യാത്ര തിരിക്കുകയാണ്. നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ പിന്നെ കയ്യും കെട്ടിപ്പോയി നിൽക്കേണ്ട ആൾക്കാരാണ്. അവിടെ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തെ നമ്മളിങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക യഥാർത്ഥത്തിൽ നമ്മൾ മുന്നേറുന്നവരായിരിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ്. സാബിഖൂ, നിങ്ങൾ മുന്നേറുക, മത്സരിച്ച് മുന്നേറുക, നിന്റെ നാഥൻ്റെ പാപമോചനത്തിലേക്കും അതിവിശാലമായ സ്വർഗത്തിലേക്കും നമുക്ക് മത്സരിച്ച് മുന്നേറണം. ഇവിടെ നമ്മൾ ഇലക്ഷനൊക്കെ വെക്കുമ്പോൾ ആൾക്കാർ മത്സരിക്കുന്ന ഒരു വാശിയാണ്, വോട്ട് കിട്ടിയാലും ഇങ്ങനെ അങ്ങനെയുള്ളവർ ജയിച്ച് മുന്നേറണം. സ്വർഗമാകുന്ന വലിയ സമ്മാനം കിട്ടുന്നതിൽ ഒരു താല്പര്യമില്ല. 10ാം ക്ലാസ്സിൽ പരീക്ഷ ജയിക്കാൻ വേണ്ടി ഒരു കുട്ടി എന്തൊക്കെ കിടന്ന് കാട്ടുന്നത്. +2 പഠിക്കുന്ന ഒരു കുട്ടി പരീക്ഷയ്ക്ക് വേണ്ടി തലേന്ന് രാത്രി പഠിക്കണത്, അതാവണ് കുത്തിരുന്ന് പഠിക്കണേ, എന്നിട്ട് എന്തൊക്കെ മത്സരിച്ചിട്ടാണ് ആ കുട്ടി ജയിക്കാൻ നോക്കുന്നത്. അള്ളാൻ്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താനുള്ള ഈ മത്സരത്തിൽ ഒരു താല്പര്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ
സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ദാലിക ഫളിലുല്ലാഹി യുഅ്തി മൻ യശാ വല്ലാഹു ദുൽ ഫളിലിൽ അസീം. ആ സാബിഖ്യങ്ങൾ ആ മത്സരത്തിൽ മുന്നേറുക എന്നുള്ളതായിരിക്കണം പ്രധാനം. അപ്പോൾ നമ്മളിങ്ങനെ ആത്മപരിശോധന നടത്തണം. എൻ്റെ നിസ്കാരം ക്ലിയറാണോ? എൻ്റെ നോമ്പ് ക്ലിയറാണോ? ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? സക്കാത്തൊക്കെ വെറുതെ അശ്രദ്ധമായിട്ട് കാട്ടിയാൽ വെറുതെ നരകം വാരിക്കൂട്ടായിരിക്കും. എൻ്റെ പെരുമാറ്റം ഉത്കൃഷ്ടമാണോ? ഞാൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളാണോ? എൻ്റെ കണ്ണുകൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്തൊക്കെ തെറ്റാണ് ചെയ്യുന്നതെന്നും കൂടി ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവലെ സുറക്കുമ്പോൾ ജഹറക്കും നമ്മുടെ രഹസ്യവും പരസ്യവും അല്ല കാണുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ താക്കീത് എന്ന് പറഞ്ഞാൽ നരകത്തെക്കുറിച്ചല്ല എന്ന പണ്ഡിതന്മാർ പറഞ്ഞു. ഖുർആനിലെ ഏറ്റവും വലിയ താക്കീത് നമ്മുടെ അമൽ അല്ല കാണുന്നുണ്ട് എന്നുള്ളതാണ് ഖുർആനിലെ ഏറ്റവും വലിയ താക്കീത്. നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കാണുന്നുണ്ട് എന്നാണ്. അപ്പം ശരിക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവൊക്കെ എത്ര ത്യാഗം സഹിച്ച മനുഷ്യരാണ്. എന്നിട്ടും മരണത്തോട് അടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് നിൻ്റെ പാപം എന്താവും എന്നുള്ളതാണ്. താങ്കളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്താണ് എൻ്റെ ആഗ്രഹം. ദുനിയാവ് മുമ്പിൽ മനസ്സിൽ വരുന്നില്ല. എനിക്ക് ആത്യന്തികമായി ജയിക്കാനുള്ളത് പരലോകത്താണ്. ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നു അയാളാണ് ജയിച്ചാൾ. നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് കിടക്കണം. വല്ലദീന യുഅ്തൂന മാ അത്തൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. നല്ല മനുഷ്യരെ കുറിച്ച് പറയാം. അവരിങ്ങനെ സദക്ക കൊടുക്കുമ്പോൾ അവരെ ഹൃദയം കിടന്ന് പിടക്കും. റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകണ്ടേന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു ബേജാറും വരാത്തെന്താ? ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അവരാണ് നന്മയിൽ മുന്നേറിയ ആളുകൾ. അവരാണ് സാബിഖീങ്ങൾ. സാബിഖീങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ സ്വർഗം എന്താകും എന്നതിനെക്കുറിച്ച് വലിയ ആശയോടുകൂടി എത്രത്തോളം നന്മകൾ ചെയ്യാൻ പറ്റുമോ അത്രയും നന്മകൾ ചെയ്തു കൂട്ടുകയാണ് ചെയ്യുന്നത്. അതേസമയം ചില ആളുകളെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ ആയത്ത് വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ നസാബഹു ഖൈറുൻ ഇത്മാഅന്ന ബിഹി വഇൻ നസാബതുഹു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറത് ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഇത് ഈ ആയത്ത് നമ്മളൊക്കെ പഠിക്കണം. അതായത് വമിനന്നാസി മനുഷ്യരിലുണ്ട്, നമ്മളെ കൂട്ടത്തിലുണ്ട്. മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, അരികത്ത് വെച്ചിട്ട് ഇങ്ങനെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇബാദത്ത്. മുസ്ലിമാണോ? ആണ്. നിസ്കരിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാലോ ഒന്നും കാര്യമില്ല. മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ഒരു അരികത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ. അവരെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നസാബത്തു ഖൈറുൻ ഇത്മാഅന്ന ബിഹി, അവർക്കതിൽ നന്മ ഉണ്ടായാൽ സന്തോഷമായി. എന്തെങ്കിലും മുസീബത്ത് വന്നാൽ ആ കിടന്ന് ബേജാറായി. അവരെ സംബന്ധിച്ചിടത്തോളം ഹസിറത്ത് ദുനിയാ വൽ ആഖിറ, ദുനിയാവും നഷ്ടപ്പെട്ട് ആഖിറവും നഷ്ടപ്പെട്ടു. ഈമാൻ തീരല്ലാത്ത ആൾക്ക് സത്യനിഷേധിക്ക് ദുനിയാവ് കുറച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു, അതും കിട്ടിയില്ല. എന്നാലോ പരലോകമില്ല. നമ്മളെന്താ മനസ്സിലാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് മുന്നേറേണ്ടതുണ്ട്. അതിന് കിട്ടാവുന്ന അവസരങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതിന് ദുനിയാവൊന്നും ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. അശ്രദ്ധ ഒഴിവാക്കണം, മടി ഒഴിവാക്കണം. എനിക്കെൻ്റെ റബ്ബിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഉന്നതമായി ജീവിക്കണമെന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം. അള്ളാഹിനെ പറ്റിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ്ലാമോട് കൂടി സ്വർഗത്തിലെത്താമെന്ന് ഞാനും നിങ്ങളും വ്യാമോഹിക്കരുത്. നമ്മൾ വിചാരിച്ചിരിക്കണം എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ഇപ്പോഴും ജുമാക്ക് മാത്രം നിസ്കരിക്കുന്ന മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിൻ്റെ എനിക്ക് മനസ്സിലാവില്ല. അത് അതിനെന്താ കാരണം? ജുമാക്ക് മാത്രം പള്ളിയിൽ വരുന്ന മനുഷ്യന്മാരുണ്ടാകാനുള്ള കാരണം ഇവരെ വിചാരം 5 നേരം നിസ്കരിക്കേണ്ടതില്ല എന്നാണ്. കാരണം പള്ളികളൊക്കെ ചെന്ന് നോക്കിയാൽ ജുമാക്ക് നിറഞ്ഞു കിടക്കുന്നു, ബാക്കി വക്തിന് ആളില്ല. സുബഹിക്ക് എത്ര ആളുണ്ടാവുക? അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഇവർ ആ നന്മ നേടിയെടുക്കുന്നില്ല. സുബഹിക്കുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം എത്ര പ്രതിഫലാർഹമാണ്. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് 2 റക്അത്ത് ദുഹാ നമസ്കാരം 5 മിനിറ്റേതൊക്കെ വേണ്ടുള്ളൂ. പക്ഷേ അത് നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോണ്ടല്ലോ നമുക്കൊരു ഈമാനികമായ ഉണർവ് കിട്ടും. ആ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ചെങ്കിലും മുമ്പ് എണീറ്റ് 4 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ എത്ര പ്രതിഫലാർഹമാണ്. ഇനി അത്രത്തോളമൊന്നും പോയില്ലെങ്കിലും
മിനിമം മര്യാദയെങ്കിലും നമ്മളെ ഭാഗത്ത് വേണ്ടേ? ഒരു വക്ത് ജമാഅത്ത് നമസ്കാരം മുടങ്ങാതെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ പോണ്ടേ? ശ്രമിക്കണ്ടേ? ഖുർആൻ എടുത്ത് ബോധപൂർവം കുറച്ച് നേരം ഇരുന്ന് ഓതുന്നവരെത്ര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എല്ലാ രാത്രിയിലും ഈ സൂറത്തുകളൊക്കെ ഓതിയിരുന്നു എന്നാണ്. ആ സൂറത്ത് ഓതുന്നവർക്ക് നല്ല ഐശ്വര്യമാണ്. അവരിങ്ങനെ കാണാൻ പോണ സ്വർഗം അവർ മനസ്സിൽ കണ്ടിരിക്കും. ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ടോ? ഖുർആനിൽ എത്ര സൂറത്ത് നമുക്ക് അതിൻ്റെ ആശയം അറിയും? ഒരായുസ് ഭൂമിയിൽ ജീവിച്ചില്ലേ? ഖുർആനിൻ്റെ എത്ര സൂറത്തിൻ്റെ അർത്ഥം അറിയും? ഇവിടെ പഠിക്കാൻ അവസരമില്ല എന്തൊന്നുമില്ലല്ലോ, ഇഷ്ടംപോലെ പഠനാവസരം ഉണ്ടായിട്ട് പോകാൻ നമുക്ക് നേരമില്ലാത്തവരാ, പഠിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കാത്തവരാ. ഞാൻ എന്നെയും നിങ്ങളെയും അപ്പുറത്ത് നിർത്തി ഒരു ഖത്തീബ് എന്ന നിലയ്ക്ക് ശരിക്കും ഗുണദോഷിക്കുകയാണ്. നമ്മളിങ്ങനെ പോയാൽ നമ്മൾ വിചാരിക്കുന്ന സ്വർഗം കൊണ്ട് വാരിക്കോരി തരുമൊന്നുമില്ല. അത് കിട്ടൂല എന്നാണ് സഹാബാക്കളുടെ ഒക്കെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് റസൂല് പോലും പൊട്ടിക്കരയുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇത്രയേറെ നന്മ ചെയ്തൊരു മനുഷ്യൻ വേറെട്ടോ. അദ്ദേഹം റസൂൽ ഒരിക്കൽ ചോദിച്ചു, ഇന്ന് ആരെങ്കിലും മയ്യത്തിൻ്റെ സംസ്കരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടോ? അബൂബക്കർ സിദ്ദീഖ് കാന ഞാൻ. ഇന്നാരെങ്കിലും രോഗികളെ സന്ദർശിച്ചോ? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അന. ഇന്നാരെങ്കിലും സദക്ക കൊടുത്തോ? അന. ഇന്ന കാര്യങ്ങൾ ചെയ്തോ? അന. ഒക്കെ മൂപ്പര് ചെയ്തിരിക്കണ്. അങ്ങനെയാണ് മൂപ്പര് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. രാജ്യത്തിൻ്റെ ഖലീഫയായിരിക്കുമ്പോൾ പോലും സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ആരുമറിയാതെ വൃദ്ധയായ സ്ത്രീയുടെ വീട് വൃത്തിയാക്കി കൊടുത്തിരുന്ന ഒരു മനുഷ്യൻ. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറയാം, എനിക്ക് പേടിയാവണം, കരച്ചിൽ വരണം. മൂപ്പര് നിസ്കരിക്കാതെ നിന്നാൽ കരച്ചിലോട് കരച്ചിൽ. നമുക്കിവിടെ ഖുത്ബക്ക് വന്നിരുന്നാൽ ഉറക്കത്തോടെ ഉറക്കാം, ഒരു ടെൻഷനുമില്ല. എന്തായി പറഞ്ഞ ആലോചിച്ചൊക്കെ. എന്നിട്ട് മൂപ്പരെ നിസ്കരിക്കാൻ ഇമാമത്തിക്ക പറ്റൂല എന്ന് റസൂലുള്ള പറയാം അബൂബക്കർ സിദ്ദീഖിനെ. അല്ല, റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, മൂപ്പര് കരയാണ്. പക്ഷികളെങ്ങനെ നോക്കിയിരുന്നിട്ട് മൂപ്പര്, പക്ഷികളെ നിങ്ങളെത്ര ഭാഗ്യവാന്മാർ, ഈ അബൂബക്കറിൻ്റെ കാര്യം എങ്ങനെ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബൊന്നുമില്ലല്ലോ. അബൂബക്കറിന് പടച്ചവൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണ്ടേ? കത്തുന്ന വിളക്കിൻ്റെ അരികിലേക്ക് വിരലിങ്ങനെ കൊണ്ടുപോയിട്ട് ചൂട് തട്ടുമങ്ങോട്ട് വലിച്ചിട്ട് മൂപ്പര് വിരലിനോട് ചോദിക്കുകയാണ്, വിരലേ, ഈ ചെറിയ വിളക്കിൻ്റെ ചൂട് പോലും നിനക്ക് സഹിക്കണില്ല അല്ലേ? എൻ്റെ ശരീരമേ, നിനക്കെങ്ങനെ നരകത്തിൻ്റെ ചൂടിനെ തടുക്കാൻ പറ്റും? നമ്മൾക്കുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഖുർആനൊന്നും പഠിക്കാത്തതുകൊണ്ട് ഈ വക ടെൻഷനൊന്നും നമുക്കില്ല. നമുക്ക് ടെൻഷനില്ല. മരിക്കുമെന്ന് തന്നെ പേടില്ല. ഓരോരുത്തരും മരിച്ചു പോകുമ്പോൾ അയാൾ മരിച്ച കഥ പറയാമെന്നല്ലാതെ ഞാനൊരു ദിവസം ഇങ്ങനെ മരിക്കും എന്നുള്ള ബോധം പോലും നമ്മളെ മനസ്സിലേക്ക് കയറി വരുന്നില്ല. അപ്പോൾ ഖുർആൻ പഠിക്കുമ്പോഴാണ് ഇതൊക്കെ വരിക. നമ്മളെ ഈ വ്യത്യാസങ്ങളൊക്കെ മാറും. നാളെ പരലോകത്തെത്തുമ്പോൾ ഒന്നുകിൽ അസ്ഹാബുൽ യമീൻ, അല്ലെങ്കിൽ അസ്ഹാബു ഷിമാൽ, അല്ലെങ്കിൽ സാബിക്കീങ്ങൾ. രണ്ടവസരം നല്ലവർക്കുണ്ട്. അതേ സാബിക്കീങ്ങൾക്ക് പരിഗണിച്ചിട്ട് പണിയെടുത്തിട്ട് ചെറുപ്പത്തിൽ മാർക്ക് കുറഞ്ഞ് യമീനിൽ പെട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്ങാനും അസ്ഹാബു ഷിമാലിൽ പെട്ടാൽ ഭയങ്കരമാണ്. ഫീ സമൂമിൻ വഹമീം, ചുട്ടുതിളക്കുന്ന വെള്ളത്തിലും അതുപോലെ തന്നെ തീക്കാറ്റിലുമായിരുന്നു അവർക്കുണ്ടാവുക. അവർക്ക് കഴിക്കാൻ സഖൂം എന്ന് പറയുന്ന കള്ളിമുൾ ചെടി മാത്രമായിരിക്കും. ഭീതിജനകമായ അവസ്ഥയായിരിക്കും ആ നരകത്തിലെന്ന് ഈ സൂറത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം സ്വർഗത്തിൻ്റെ കാര്യം പറയുമ്പോഴോ എല്ലാവരും അലട്ടലുമില്ലാത്ത ഈ കോടാനുകോടി നക്ഷത്രഗോളങ്ങളെ സൃഷ്ടിച്ച അല്ലാഹ്ക്ക്, അവനെ സൂക്ഷിച്ച് ജീവിച്ച, അവനോട് സാമീപ്യം നേടിയ ആളുകൾക്ക് കൊടുക്കാൻ പോണ സ്വർഗം എന്തായിരിക്കും? ആ സ്വർഗത്തിൻ്റെ അനുഭൂതി എത്രയായിരിക്കും? അതിൽ അവരനുഭവിക്കുന്ന അനുഭൂതികൾ നമുക്ക് ഈ അലട്ടലൊക്കെ മാറ്റി അടുത്തന്നെ നമ്മളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ യാത്ര പോകേണ്ട ആൾക്കാരാണ്. നമ്മൾ മാത്രം മരിക്കൂല എന്ന് വിചാരിക്കരുത്. നമ്മളും മരിക്കും, മറ്റുള്ളവർ മരിച്ചു പോണ പോലെ. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഉന്നതിയിലെത്തണം എന്ന് വിചാരം നമ്മുടെ മനസ്സിൽ ശരിക്കും ഉണ്ടാകണം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, സാബിക്കീങ്ങളാകണം നമുക്ക്. എനിക്കും നിങ്ങൾക്കും അതിന് കഴിയണം. അതിനു വേണ്ടി യത്നിക്കാവുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ പണിയെടുത്താൽ പോലും ഒരുപാട് ദീനീ കാര്യങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അല്പമൊക്കെ ഖുർആൻ പഠിക്കാൻ കഴിയും, അല്പമൊക്കെ അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ പറ്റും, നമസ്കാരത്തിലും ഇബാദത്തുകളിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. ഓരോ കാര്യം ചെയ്യുമ്പോൾ അള്ളാഹ് കാണൂലോ എന്ന് പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റും. അങ്ങനെ അമ്മാമസ്തകുലത്ത് മവാസീനുഹു റാദിയ, നന്മയുടെ തുലാസ് കനം തൂങ്ങിയാൽ നമുക്ക് വിജയം കിട്ടും. ആരെങ്കിലും ഒരു അണുമണിത്തൂക്കം അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതവിടെ കാണും. പക്ഷേ ഓർക്കണം, അണുമണിത്തൂക്കം തിന്മ ചെയ്താലും അതവിടെ കാണും.
നല്ല മാർഗം എന്താണെന്ന് ചോദിച്ചാൽ തൗബ ചെയ്യുക. എന്നിട്ട് സകല തിന്മകളെയും നന്മ കൊണ്ട് മായ്ച്ചു കളയുക. ചെയ്തു പോയെന്ന തിന്മകളെയൊക്കെ നന്മകൾ വർദ്ധിപ്പിച്ച് മായ്ച്ച് കളഞ്ഞ് അതിനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ജനങ്ങളോട് നന്നായി പെരുമാറി നല്ല രീതിയിലായിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെക്കുറിച്ച് നല്ല അവസ്ഥയിലെത്തും. സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തോ പണ്ഡിതന്മാരും വലിയ ആളുകളൊന്നുമല്ല, അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാർ. അവരാണ് പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന ആൾ. നമ്മളൊറ്റക്കായിരിക്കും ഖബറിൽ, നമ്മളൊറ്റക്കായിരിക്കും മഹ്ശറിൽ. ഈ അമലുകൾ മാത്രമേ നമ്മളെ സഹായിക്കാനുള്ളൂ. വേണ്ടാത്ത കൂട്ടുകെട്ടിലും വേണ്ടാത്ത കൂട്ടത്തിലും പെട്ടുപോയിട്ട് അള്ളാഹിനെ മറന്ന് ജീവിക്കരുത്. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അള്ളാഹുവിനെ മറന്നൊരു കൂട്ടരെ പോലെ ആകരുത്. കുറേ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ ഇതൊക്കെ മറന്ന് നമ്മൾ വേറെ ഏതോ ലോകത്ത് ഇങ്ങനെ ജീവിക്കും. പിന്നെ മരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കണം, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കണം, അള്ളാഹിനെക്കുറിച്ച് ചിന്തിക്കണം, എങ്ങനെ നന്മകൾ ചെയ്യാമെന്നതിനെക്കുറിച്ച് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കണം. ഖുർആൻ ഒന്ന് പഠിച്ചു നോക്കിയേ, നമ്മുടെ ഹൃദയത്തിൽ വജ്രത്ത് കുലൂബ്, അത് ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിക്കും. ഈ സാദത്തുഹു ഈമാന് വർദ്ധിപ്പിക്കും. ഖുർആനുമായി അടുത്തിടപഴകൽ സാബിക്യങ്ങളാകാൻ ഏറ്റവും നല്ല വഴിയാണ്. അത് അള്ളാഹുവിലേക്ക് ഭയഭക്തിയോടുകൂടി നമ്മളെ നയിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മളെ സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അംഗീകരിച്ച് ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.